ഇസ്ലാമാബാദിൽ പാക് പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ മുഴുവൻ പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതിർത്തിയിലൊക്കെ പാക് പട്ടാളം യുദ്ധസമയത്ത് നിരന്നിരിക്കുന്നതിന് അതിന് സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണിപ്പോൾ പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ. അവിടുത്തെ ഹോട്ടലുകൾ മുഴുവൻ പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഡംബര ഹോട്ടലിന് മുമ്പിൽ മുഴുവൻ ഒരു യുദ്ധ ഭൂമിയിലെന്ന പോലെ പട്ടാളങ്ങൾ കവാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തോക്കുമായിട്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ISIയുടെ റിപ്പോർട്ട് പ്രകാരം ഡൊണാൾഡ് ട്രംപ് ഇസ്ലാമാബാദിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം വരുന്നത് ബിരിയാണി കഴിക്കാനൊന്നുമല്ല. ഇറാനുമായി നടത്തുന്ന US-ൻ്റെ യുദ്ധത്തിൽ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലും ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിൻ്റെ മാനസപുത്രനുമായിട്ടുള്ള ആളിനെ വെച്ചുകൊണ്ട് ഇതുവരെ ഏറ്റ ക്ഷതങ്ങൾക്ക്, മാനക്കേടിന് അമേരിക്ക അതിൻ്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതിന് താങ്ങായും തണലായും ട്രംപിൻ്റെ വലം കൈയായിട്ടും പ്രവർത്തിക്കുന്നത് ഈ അസീം മുനീർ എന്ന് പറയുന്ന പട്ടാള മാർഷലാണ്. അതൊരു ഉപകാര സ്മരണ ചെയ്യുകയാണെന്ന് വയ്ക്കാം. കാരണം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർന്നടിഞ്ഞുപോയ പാകിസ്ഥാൻ്റെ നാണവും മാനവും കാക്കാൻ ആവോളം കള്ളം പറഞ്ഞു നടന്നു വിശ്വവിഖ്യാതനായ ഈ ഡൊണാൾഡ് ട്രംപ്. തൻ്റെ കള്ളങ്ങളുടെ പേരിലാണ് വിശ്വവിഖ്യാതനായത് അദ്ദേഹം. നാക്കെടുത്ത കള്ളമേ പറയും. താനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത്. ഇന്ത്യക്ക് മേൽ 200% ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇന്ത്യ പിൻവാങ്ങിയത്. അതുകൂടാതെ 6ഓളം നമ്പറുകളിൽ ചിലപ്പോൾ മാറി മാറി പോകാറുണ്ട്. 6 എന്ന് പറഞ്ഞത് അവസാനമായിട്ട് പറഞ്ഞ സംഖ്യ. 6ഓളം റഫാൽ വിമാനങ്ങൾ തകർന്നു എന്ന് പറഞ്ഞാൽ റഫാൽ വിമാനങ്ങളുള്ളത് ഇന്ത്യക്കാണ്, ഫ്രാൻസിൽ നിന്ന് വാങ്ങിയതാണ്. തകർന്നുപോയി. ഇന്ത്യയെയും ഇന്ന് പറഞ്ഞു നടന്ന് ഇന്ത്യയെയും ഫ്രാൻസിനെയും ഒരേ സമയം കളിയാക്കി. എന്നാൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു എവിഡൻസ് ചാര ഉപഗ്രഹങ്ങളുള്ള അമേരിക്കയ്ക്കോ അവരുടെ സർവ സാങ്കേതിക വിദ്യകളാലും സമ്പന്നമായിട്ടുള്ള CIA-ക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ പുളു പറയുന്ന ട്രംപിൻ്റെ വായിൽ മാത്രമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വാക്കുകൾ വരുന്നത്. പക്ഷേ അതിന് ഒരു സബ്സ്റ്റൻസും ഇല്ല. അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലുള്ള ഫോട്ടോകളോ മറ്റ് എവിഡൻസുകളോ ഉപഗ്രഹ ചിത്രങ്ങളോ ഒന്നും തന്നെയില്ല. ഇത് പൊളി പറഞ്ഞ് പാകിസ്ഥാനേറ്റ ആഘാതത്തെ ലഘൂകരിക്കാനും മാനനഷ്ടത്തെ ഇല്ലാതാക്കാനും വേണ്ടി നടത്തിയ പാഴ്വേലയാണെന്ന് വ്യക്തമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ഇറാനെ ഇപ്പോൾ ഞങ്ങൾ തീർത്ത് കളയും 2 ദിവസത്തിനകം, 24 മണിക്കൂറിനകം, 2 ആഴ്ചയ്ക്കകം എന്നൊക്കെ പറഞ്ഞിട്ടും 1 മാസവും കഴിഞ്ഞിട്ടും ഇറാനെ ഒരു പാഠം പോലും നാശങ്ങൾ ഉണ്ടാക്കിയില്ലെന്നല്ല പറഞ്ഞു. ആര് വിചാരിച്ചാൽ ആ നാശം ഉണ്ടാക്കാൻ പറ്റാത്ത? പാകിസ്ഥാനിലെ ഭീകരന്മാർ ലോകമെമ്പാടും നാശം വധിച്ചിട്ടില്ലേ? അമേരിക്കൻ ടിൻ ടവേഴ്സ് തകർത്ത് കളഞ്ഞിട്ടില്ലേ? അപ്പോൾ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ആ സംഘടന, ഭീകര സംഘടന. അപ്പോൾ അതൊക്കെ ആർക്ക് വിചാരിച്ചാലും നടക്കും. അമേരിക്ക പോലെന്ന് പറയുന്ന ഒരു രാഷ്ട്രം തന്നെ വേണമെന്നില്ല അതിന്. ഇതാ കണ്ടില്ലേ, അമേരിക്ക തന്നെ കണ്ടില്ലേ, സ്കൂളിൽ കയറി എത്ര കുട്ടികളെയാണ് കൊന്നത്? ഒരു കുടുംബത്തിലെ സഹോദരങ്ങളെ മുഴുവൻ കൊന്നില്ലേ വെടിവെച്ചിട്ട്? അപ്പോൾ തലയ്ക്ക് വെളിവുകെട്ട ഒരു രാഷ്ട്രമായിട്ട് അമേരിക്ക മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ തലപ്പത്ത്, അതിൻ്റെ തലസ്ഥാനമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയാം. കാരണം തലയ്ക്ക് വെളിവുകെട്ട രീതിയിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുക. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ആ താൽക്കാലിക കരാർ അതിൻ്റെ അന്ത്യയാമങ്ങളിലേക്ക് നീങ്ങിയ വെളുപ്പിനെ 5:30 അത് അസ്തമിക്കും. വെടിനിർത്തലിൻ്റെ കരാറിൻ്റെ വാലിഡിറ്റി പാകിസ്ഥാനിൽ നിന്ന് ഒപ്പുവെച്ചത് അതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞു. അതോടുകൂടി 2 കൂട്ടർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്തും സംഭവിക്കാം എന്നുള്ളൊരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ആശങ്കയിലാണ് ലോകം. ഡെമോക്രസിൻ്റെ വാളുപോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണോ ആ ഭീഷണി അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ഒരു സാഹസത്തിന് അമേരിക്ക പോയത്. ഇറാൻ്റെ ഒരു കപ്പലിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് അങ്ങ് പോയി. അവരുടെ ഒരു വാണിജ്യ കപ്പലാണ്, സൈനിക കപ്പൽ പോലുമല്ല. അതിനു നേരെ അവർ വെടിയുതിർത്തരുത്. അപ്പോൾ പിന്നെ ചെങ്കടലിൽ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉതിർക്കുന്ന ഹൂത്തി വിമതരെ എങ്ങനെ ഇനി വിമർശിക്കാൻ പറ്റും? അമേരിക്കൻ പട്ടാളക്കാർ തന്നെ ട്രംപിൻ്റെ ആഹ്വാനപ്രകാരം ഒരു കടലിൽ സമാധാനമായി ഇടവേളയിൽ കിടന്ന ഒരു കടലിൽ
അന്യരാജ്യത്തിൻ്റെ കപ്പലുകൾ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ, പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് കരാർ ലംഘനം മാത്രമല്ല, ഒരു കുറ്റകരമായ ഉത്തരവാദിത്വമില്ലാത്ത പ്രവൃത്തിയും കൂടാ. കാരണം ഇത് ഈ സമാധാനത്തിൻ്റെ ചർച്ച തുടർന്ന് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു കാര്യം ചെയ്യുക, അതൊരു ഇസ്രായേൽ മാതൃകയാണ്. അങ്ങനെ അവരെ പരമാവധി സമ്മർദ്ദത്തിലാക്കി, അതായത് കഴുത്തിൻ്റെ പിന്നിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഒപ്പിടുവിക്കുന്നത് പോലെ. ചില ആധാരങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഇഷ്ടദാനം അങ്ങനെയുള്ള ആധാരങ്ങൾ, മുപ്പടാ മര്യാദയ്ക്കെന്ന് പറഞ്ഞ് മരിക്കാൻ കിടക്കുന്ന ആളിൻ്റെ വിരലുകൾ പിടിച്ചിട്ട് അതിൻ്റെ തമ്പടയാളം, വിരലടയാളം വയ്ക്കുന്നത് പോലെയുള്ളൊരു പ്രവൃത്തിയാണ്. ഒപ്പിട്ടോ കരാറില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും. പക്ഷേ ഇറാൻ കുലുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇറാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ അടിക്കടി തിരിച്ചടി. ഇതാണ് അവരുടെ നയം, IRGയുടെയും നയം. ഒരു ഡ്രോൺ അമേരിക്കയുടെ കപ്പലിന് നേരെ അയക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചിരിക്കുക. സാധാരണഗതി മറ്റേതൊരു രാജ്യമായാലും കിടുങ്ങും. അമേരിക്കൻ കപ്പൽ, അതും അതിൻ്റെ യുദ്ധക്കപ്പലുകളൊക്കെ വന്ന് കിടക്കുമ്പോൾ പേടിച്ചു പോവും. വിരട്ടാൻ വേണ്ടിയാണ് ഈ കപ്പൽ. ചൈന എങ്ങനെയാണ് തായ്വാന് ചുറ്റും അവരുടെ കപ്പലുകൾ വിന്യസിച്ചിട്ട് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് തായ്വാനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലൊരു സംഭവമായത്. അപ്പോൾ അവിടെ ഒരു വിവേകം കാണിക്കേണ്ടതിന് പകരം അനാവശ്യമായി എടുത്തു ചാടി വീണ്ടും അവിവേകം പ്രവർത്തിച്ചു. അവിവേകം തന്നെയാണ് ട്രംപ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ബാരലിന് എണ്ണവില ഏതാണ്ട് 30% വരെ കൂടുന്ന നിലയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. സപ്ലൈ ചെയിൻ തകർന്നു കിടക്കുകയാണ്, ലഭ്യത ഇല്ലാതാവുകയാണ്. ലോകം വീണ്ടും ഒരു റിസഷനിലേക്ക്, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ള വഴി തുറന്നിടുകയാണ് അമേരിക്ക ചെയ്തത്. അല്ലാതെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റെയിൽമേറ്റിന്, ഒരു സ്തംഭനത്തിന് പരിഹാരം ഉണ്ടാക്കുകയല്ല ചെയ്തത്. അതായിരുന്നില്ല അവരുടെ ഉദ്ദേശ്യം. അവരുടെ മുഖം രക്ഷിക്കുക. അവസാനം നമുക്ക് കരാർ ഒപ്പുവെച്ച സ്ഥിതിക്ക് രണ്ടുപേരും എഗ്രി ചെയ്താണ് വെടി ഉതിർക്കില്ലെന്ന്. അത് ലംഘിച്ചുകൊണ്ട് വെടി ഉതിർത്തിരിക്കുന്നത് ആരാണ് ആദ്യം ചെയ്തത്? അമേരിക്ക. ഇറാൻ ഇതുവരെ വെടി ഉതിർത്തതായിട്ട് നമുക്കറിയില്ല, പക്ഷേ ഒരു ഡ്രോൺ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അടിക്കടി അവ ഇങ്ങോട്ട് ചെയ്താൽ ഞങ്ങൾ അങ്ങോട്ടും ചെയ്യുമെന്നുള്ള സ്ഥിതിയിൽ തന്നെയാണ്. കാരണം ജയിച്ചു നിൽക്കുന്ന രാജ്യം ഇറാനാണ് ഇതുവരെയുള്ള എവിഡൻസ് വെച്ചിട്ട്. അമേരിക്കയ്ക്ക് അതിൻ്റെ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ അവരുദ്ദേശിക്കാത്ത ഒരു ലക്ഷ്യം കൂടെ നേടിക്കഴിഞ്ഞു, അതായത് ഹോർമൂസ് കടലിൻ്റെ നിയന്ത്രണം. അത് നല്ല കാര്യമാണെന്നല്ല പറയുന്നത്. ലോകത്തിൻ്റെ സപ്ലൈ ചെയിനിനെ ബാധിക്കുന്നു, ഇന്ത്യയുടേതും ബാധിക്കുന്നു. ഇന്ത്യയുടെ കപ്പലിന് നേരെയും വെടിയുതിർത്തു. IRGയാണ്. എന്തോ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പമാണ്. അത് ഞങ്ങൾ പരിഹരിച്ചോളാമെന്ന് ഇറാൻ പറയുന്നു. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല അവർ, അത്രയും നല്ലത്. പക്ഷേ ജസ്റ്റിഫൈ ചെയ്താലും ഇല്ലെങ്കിലും ഇന്ത്യ താക്കീത് നൽകിയിട്ടുണ്ട്. ഇറാൻ്റെ ഇന്ത്യയിലെ അംബാസഡറെ വിളിച്ചിട്ട് ഇതിപ്പോൾ ഞങ്ങളിതൊരു അബദ്ധമായിട്ട് കണക്കാക്കുന്നു, ഇനി മേലാൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം ഇതായിരിക്കത്തില്ല. ഞങ്ങൾ അമേരിക്കയെ പോലെ ചുറ്റും വന്നിട്ട് ഈ കള്ളവെടി, പൊയ്വെടി ഇതൊന്നും ഉതിർക്കുകയല്ല ചെയ്യുന്നത്. ഞങ്ങൾ നേരെ കയറി ആക്രമിക്കും. കണ്ടല്ലോ പാകിസ്ഥാനുണ്ടായ അനുഭവം കണ്ടല്ലോ. ഞങ്ങളുടെ പെഹൽഗാമിൽ കയറിയിട്ട് ഭീകരാക്രമണം നടത്തിയപ്പോൾ എന്ത് മറുപടിയാണോ ഞങ്ങൾ കൊടുത്തത്, ചുട്ട മറുപടി. അതേ മറുപടി തന്നെ ഇറാന് തരാനും ഞങ്ങൾക്ക് മടിയൊന്നുമില്ല, അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും ഇന്ത്യയുടെ 7 കപ്പലുകൾ, നമ്മുടെ നാവികപ്പടയുടെ ധീരരായ നാവികർ നയിക്കുന്ന, കപ്പിത്താന്മാർ നയിക്കുന്ന കപ്പലുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ തീരത്തു നിന്ന് നമ്മുടെ കപ്പലുകൾ ഇനിയും ബാക്കി 24 ഉണ്ട്. അതിനിടയ്ക്ക് ഒരു വളരെ വിജയകരമായിട്ട് ഇന്ത്യയുടെ ഒരു കപ്പൽ കടന്നു വന്നിട്ടുണ്ട്. അവിടെ സുരക്ഷിതമായിട്ട് ബോംബെ തീരത്തേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന നിമിഷങ്ങൾ, ഏതാനും മണിക്കൂറുകൾക്ക് അത് ബോംബെ തീരത്ത് നങ്കൂരവിടും. അപ്പോൾ അങ്ങനെ പേടിച്ചൊന്നും നിൽക്കുന്ന രാജ്യമൊന്നുമല്ല. വേണമെങ്കിൽ ബാക്കി കപ്പലുകളെയും കൂടി കൊണ്ടുവരാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. അത് തെളിയിച്ചിട്ടുണ്ട്. ഹൂത്തികളെ പിന്തിരിപ്പിച്ചോടിച്ച് പല കപ്പലുകളെയും ചെങ്കടലിൽ നമ്മളുടെ നാവികസേന വിജയകരമായിട്ട് തുരത്തിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഈ ചുമ്മാ പൊങ്ങച്ചം പറഞ്ഞും അല്പത്തം പറഞ്ഞും അതുപോലെ തന്നെ ഈ പറയുന്ന പുളു അടിച്ചൊന്നുമല്ല. നമ്മൾ കാര്യക്ഷമമായിട്ട് കാര്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിച്ചാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. അതിന് നമ്മൾ മടിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ഈ അബദ്ധങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടത് ഇറാൻ്റെ ഉത്തരവാദിത്വമാണ്. മറ്റൊരു കാര്യമൊന്നും നോക്കത്തില്ല. നമ്മുടെ ജീവൻ, നമ്മളുടെ നാട്ടുകാരുടെ ജീവൻ അപകടത്തിലാക്കിയാൽ ആ മറുപടി തന്നെ പഹൽഗാമിന് പകരം നമ്മൾ നടത്തിയ അതേ മറുപടി തന്നെ ഇറാനും കൊടുക്കാൻ ഒട്ടും മടിക്കുകയില്ല. കാരണം അവർ ഇൻട്രസ്റ്റ് അതാണ്. നമ്മുടെ താല്പര്യം, നമ്മുടെ മാനം കാക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റാണ് നിലവിലിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അമേരിക്ക വീണ്ടും ഭീഷണി പുറത്തിരിക്കുക. നേരത്തെ നിങ്ങളുടെ പവർ നശിപ്പിക്കും, ഊർജ്ജ നിലയങ്ങൾ നശിപ്പിക്കും, ആണവായുധങ്ങൾ നശിപ്പിക്കും, ആണവ നിലയങ്ങൾ നശിപ്പിക്കും എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞു. ഇപ്പോൾ എന്തായി?
ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കുമെന്ന്. അല്ലെ പുലി വരുന്നതെന്ന് പറഞ്ഞതുപോലാണോ എന്നറിയില്ല. ഞങ്ങൾ നശിപ്പിച്ച് കളയും നോക്കിയാൽ ഈ ഭീഷണിക്ക് മുമ്പിലൊന്നും ഇറാൻ വഴങ്ങാൻ പോകുന്നില്ലെന്നേ. അവരെന്തിനും തയ്യാറായിട്ട് സ്വയം ആകപ്പാടെ മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സംഘമായിട്ട് മാറി നിൽക്കുക. അപ്പോൾ വളരെ രസകരമായിരിക്കുന്ന ഒരവസ്ഥ. ഇറാനില്ലാതെ ഒരു ചർച്ച പാകിസ്ഥാനി വെച്ച് നടക്കുക. ട്രംപൊന്നും വരുന്നില്ല, JD വാൻസ് തന്നെ പറന്നു വന്നിറങ്ങും. പക്ഷേ അതൊരു പരിഹാരമാവുകയില്ല. കാരണം ഉഭയകക്ഷി ചർച്ചയാണ് വേണ്ടത്. ഉഭയത്തിലെ ഒന്നില്ലെങ്കിൽ തന്നെ ഏകകക്ഷി ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സുപ്രധാനമായ കാര്യം, അമേരിക്കൻ ഫെഡറൽ ഇൻ്റലിജൻസ് പറഞ്ഞിരിക്കുന്നത് ഈ അസീം മുനീർ എന്ന് പറയുന്ന ആൾ വെറും കള്ളനാണ്, ഒറ്റുകാരനാണ്. അവൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ആളാണ്. അവനായിരിക്കും ചിലപ്പോൾ ഇന്ത്യൻ കപ്പലിന് നേരെ വെടിവെക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തത്. ഒരു സെൻട്രൽ കമാൻഡ് ഇല്ലാത്ത ഒരു പട്ടാള വ്യൂഹമാണ് അവരിപ്പോൾ. അതുകൊണ്ട് ബാക്കി എല്ലാവരെയും ഇസ്രായേൽ തീർത്ത് കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കമാൻഡ് ഇല്ലാതെ വന്നപ്പോൾ ഇവൻ കയറി കമാൻഡ് കൊടുത്തോ, പാകിസ്ഥാൻ്റെ കമാൻഡ്. അങ്ങനെ ആയിരിക്കണം ആ അബദ്ധം സംഭവിച്ചത്. എന്തായാലും ഇപ്പം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർച്ച വിഫലമായി തീരുക എന്നുള്ളതാണ്. എന്നിട്ട് യുദ്ധം പൂർവാധികം ശക്തിയായി തുടരുക. അതാണ് ഈ പാകിസ്ഥാൻ്റെ മധ്യസ്ഥത കൊണ്ട് ഇല്ലാതാവുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹം ഇത് അവസാനിക്കണമെന്നാണ്. പക്ഷേ പാകിസ്ഥാനെ പോലൊരു കള്ളനെ കാവലേൽപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ആണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഉൾക്കാഴ്ച ഒന്നുമില്ലാത്ത നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. അതാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇസ്ലാമാബാദ് തിരഞ്ഞെടുത്തതും മധ്യസ്ഥ ദൂതനായിട്ട് അമേരിക്കയുടെ തന്നെ ഒറ്റുകാരനായ IRGയുടെ സുഹൃത്തായിട്ടുള്ള അസീം മുനീറിനെ തിരഞ്ഞെടുത്തത്. അതൊരു തെറ്റായ തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് ഇനിയുള്ള മണിക്കൂറുകൾ തെളിയിക്കാൻ പോകുന്നു എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.